ഡെലിഷ്യസ് റെസിപ്പീസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആലു 65 തയ്യാറാക്കിയാലോ. ഇതൊരു സ്റ്റാർട്ടർ റെസിപ്പിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യം നമുക്ക് ഉരുളക്കിഴങ്ങൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനു വേണ്ടി കുറച്ച് വെള്ളം ഞാനിവിടെ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഏകദേശം 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. മീഡിയം വലിപ്പത്തിലുള്ള 3 ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തത്. ഇതുപോലെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇതൊരു 80% കുക്ക് ചെയ്തെടുത്താൽ മതിയാകും. ഒരുപാട് അങ്ങ് വേവിച്ച് വെന്തുടഞ്ഞൊന്നും പോകരുത്. ഇതിപ്പോൾ ഏകദേശം 3 മിനിറ്റാണ് ഞാനിവിടെ കുക്ക് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിത് ഈ വെള്ളത്തിൽ നിന്നും എടുത്തു മാറ്റാം. ഇപ്പോൾ ഈ വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങ് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ ടേബിൾ സ്പൂൺ വീതം കോൺഫ്ലവറും മൈദയും അരിപ്പൊടിയുമാണ് ചേർക്കുന്നത്. ഓരോന്നും ഓരോ ടേബിൾ സ്പൂൺ വീതമാണ് ചേർത്തിട്ടുള്ളത്. കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈകൊണ്ട് മിക്സ് ചെയ്തെടുത്താലും മതി. ഞാനിതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല. ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാതെയാണ് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ കുറച്ച് വെജിറ്റബിൾ ഓയിൽ നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നപ്പോൾ ഓരോന്നായിട്ട് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ കൈകൊണ്ട് ഇട്ട് കൊടുക്കാൻ പ്രയാസമുണ്ടെങ്കിൽ ഒരു സ്പൂണിൽ ഇതുപോലെ എടുത്തിട്ട് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താലും മതി. ഇനി ഇത് ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. ഒരുപാടങ്ങ് ബ്രൗൺ നിറമൊന്നും ആക്കരുത്. ചെറുതായിട്ടൊന്ന് കളർ മാറി വന്നാൽ മാത്രം മതിയാകും. ഇതിപ്പോൾ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്നും എടുത്ത് മാറ്റാം. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ തൈരാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അധികം പുളിയില്ലാത്ത തൈരാണിത്. ഇതിലെ കട്ടകളൊക്കെ ഈ സ്പൂൺ കൊണ്ടൊന്ന് ഉടച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ കോൺഫ്ലവർ ആണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ കാശ്മീരി ചില്ലി പൗഡറിന് പകരം ഫുഡ് കളറാണ് റെസ്റ്റോറൻറ്റിലൊക്കെ ചേർക്കുന്നത്. അതുകൊണ്ടാണ് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന ആലു 65ന് നല്ലൊരു ചുവപ്പ് കളറുള്ളത്. ഞാനിപ്പോൾ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി തയ്യാറാക്കുന്നത് കൊണ്ട് ഫുഡ് കളർ ഒന്നും ചേർത്തിട്ടില്ല. ഒരു കടായിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വളരെ ചെറുതായിട്ടാണ് വെളുത്തുള്ളി അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് 2 ഉണക്കമുളകും 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയുമാണ് ചേർക്കുന്നത്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് സവാളയാണ്. ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാളയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇതിന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്റ്റാർട്ടർ റെസിപ്പിയാണിത്. വീട്ടിലുള്ള ചേരുവകൾ വെച്ച് മാത്രമാണ് ഞാനിത് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയുമാണ് ഇപ്പോൾ ചേർത്തത്. ഈ പൊടികളെല്ലാം ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഞാനിതിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന തൈരിൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കാം. ഈ ചൂടായ കടായിലേക്ക് തൈര് ചേർക്കുമ്പോൾ അത് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്തത്. അപ്പോൾ ഇതൊരു ചെറിയ ടിപ്പാണ്. തൈരിൽ കോൺഫ്ലവർ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം കടായിലേക്ക് ചേർത്തിട്ടുണ്ടെങ്കിൽ അതൊട്ടും തന്നെ പിരിഞ്ഞു പോവുകയില്ല. അപ്പോൾ ഇതിൽ കോൺഫ്ലവർ ചേർത്തിട്ടുള്ളത് കൊണ്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന ആലു 65 നല്ല ചുവന്ന കളറായിരിക്കും. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ തയ്യാറാക്കുമ്പോൾ ഫുഡ് കളറൊന്നും ചേർക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഈ ഒരു ഗ്രേവി നന്നായിട്ടൊന്ന് കുക്കായി കഴിഞ്ഞാൽ അതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് നന്നായിട്ടൊന്ന്
ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മാത്രം മതി. ഇത് പെട്ടെന്ന് തന്നെ ഈ മസാലയെല്ലാം നന്നായിട്ട് ഉരുളക്കിഴങ്ങിൽ പിടിച്ചോളും. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയില കൂടി ചേർത്തിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ആലു 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കൂടി തരാനായിട്ട് മറക്കരുതേ. അപ്പോൾ നമ്മുടെ റെസിപ്പിയൊക്കെ ഇഷ്ടമാകുന്നുവെങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.